ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം ആ വേൾഡ് കപ്പ് കിരീടം നിലനിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 55 അംഗ പ്രാഥമിക സ്ക്വാഡ് അവർ പ്രഖ്യാപിച്ചിരുന്നു. പൗലോ ദിബാലയ്ക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും വേൾഡ് കപ്പിലേക്കുള്ള അർജന്റീനയുടെ റോഡ് മാപ്പ് എങ്ങനെ? ബ്രസീലിന്റെ റോഡ് മാപ്പ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇനി അർജന്റീനയുടെ റോഡ് മാപ്പാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. അതായത് മെയ് 26 മുതൽ അർജന്റീന തങ്ങളുടെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ക്യാമ്പ് ആരംഭിക്കും. എസൈസയിൽ വെച്ചുകൊണ്ടാണ് ട്രെയിനിങ് നടത്തുക. അന്നേ ദിവസം മുതൽ ഓരോ താരങ്ങളും എത്തിത്തുടങ്ങും. അതിനു മുന്നേ തന്നെ സ്ക്വാഡ് സ്കലോണി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം താരങ്ങളെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ചിലരെ ഒഴിവാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെയ് 26 മുന്നേ അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ 1 ആകുമ്പോഴേക്കും മുഴുവൻ താരങ്ങളും ക്യാമ്പിൽ എത്തും. പിന്നീട് കൻസാസിലേക്ക് അർജന്റീന പറക്കും. ജൂൺ 6 അർജന്റീന ആദ്യ സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ ഹോണ്ടുറാസ് ആണ്. അമേരിക്കയിലെ ടെക്സാസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. പിന്നീട് ജൂൺ 9 അടുത്ത സൗഹൃദ മത്സരം അർജന്റീന കളിക്കും. എതിരാളികൾ ഐസ്ലാൻഡ് ആണ്. അലബാമയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു വേൾഡ് കപ്പിലേക്കുള്ള റോഡ് മാപ്പ് വരുന്നത്. ജൂൺ 17 അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. എതിരാളികൾ അൾജീരിയയാണ്. പിന്നീട് ജൂൺ 22 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയും ജൂൺ 28 നടക്കുന്ന മത്സരത്തിൽ ജോർദാനുമാണ് അർജന്റീനയുടെ എതിരാളികൾ. ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ അർജന്റീന മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇനി ആരാധകർക്ക് അറിയേണ്ടത് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അർജന്റീനയുടെ ആ ഒരു ഫൈനൽ സ്ക്വാഡാണ്. സ്കലോണി ഏറെക്കുറെ അത് കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.